ഇയ്യോബിന്റെ പുസ്തകം എന്ന സിനിമയ്ക്കകത്ത് സ്മോൾ പോക്സ് അഥവാ വസൂരി വന്ന ഒരു കുടുംബത്തെ കത്തിച്ച് കൊല്ലുന്ന ഒരു രംഗമുണ്ട്. കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്ത സ്മോൾ പോക്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വാക്സിൻ വന്നപ്പോൾ ഇന്ത്യക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത്? കൗപോക്സ് വന്ന ഒരു പാൽക്കാരിക്ക് സ്മോൾ പോക്സ് വരുന്നില്ല എന്ന ഒബ്സർവേഷനാണ് വാക്സിനിലേക്ക് ലീഡ് ചെയ്തത്. കൗപോക്സിന് കാരണമായ വൈറസ് നമുക്ക് അത്ര ഹാംഫുൾ അല്ല. അതുപയോഗിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫാമിലിയിൽ പെടുന്ന മാരകമായ സ്മോൾ പോക്സിന് കാരണമായ വൈറസിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് കഴിയും. 1800 തുടക്കത്തിൽ ലോകത്തെല്ലായിടത്തും ഈ കൗപോക്സിന്റെ വൈറസിനെ വാക്സിനാക്കി എത്തിക്കണമെങ്കിൽ ഈ വൈറസ് 100 അതിലധികമോ ദിവസത്തെ കപ്പൽ യാത്ര സർവൈവ് ചെയ്യണം. ഫ്രിഡ്ജ് ഇല്ലാത്ത ആ കാലത്ത് അത് ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല. അപ്പൊ ഈ രാജ്യങ്ങൾ യാത്ര നടത്തുമ്പോൾ അവർ ചിലപ്പോൾ അനാഥാലയങ്ങളിൽ നിന്ന് 20-25 കുട്ടികളെ കൂടി കൂട്ടും. ഡോക്ടർ ഒന്നാമത്തെ കുട്ടിയിലേക്ക് ഈ കൗപോക്സിന്റെ വൈറസിനെ ഇഞ്ചക്ട് ചെയ്യും. കുട്ടി ഇൻഫെക്റ്റഡ് ആവുന്നു. ഒരാഴ്ച കഴിയുമ്പോഴേക്കും കുട്ടിയുടെ ദേഹത്ത് ഈ കുമിളകൾ പൊങ്ങുന്നു. ഈ കുമിള പൊട്ടിച്ച് രണ്ടാമത്തെ കുട്ടിയെ ഇൻഫെക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടാണ് 100 അതിലധികമോ ദിവസത്തെ കപ്പൽ യാത്രയിലുടനീളം ഈ വൈറസിനെ സേഫ് ആയിട്ട് നിർത്തിയത്. അപ്പൊ ഇന്ത്യക്കാരുടെ ചിന്ത സ്മോൾ പോക്സിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് പല റേസിലും പല റിലീജിയനിലും പല കാസ്റ്റിലും പല ജനറലിലും ഉള്ള ആളുകളുടെ ബോഡി ടു ബോഡി കോണ്ടാക്റ്റിൽ നിന്നാണ്. ഇത് തൊട്ടുകൂടായ്മയും തങ്ങളുടെ കാസ്റ്റിന്റെ പ്യൂരിറ്റിയിലും ഒക്കെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഇന്ത്യയിലെ ജനവിഭാഗത്തിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിരുന്നില്ല.